ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണേ. അപ്പം രാവിലെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് എല്ലാവരും ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ആമിക്കുട്ടിക്ക് മാത്രം ഒന്ന് സ്പെഷ്യലായിട്ടൊരു മസാല ദോശ സെറ്റാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് മാത്രം ഒരു മസാല ദോശ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അവൾ മസാല ദോശയും ജ്യൂസും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. പാപ്പുവിന് കുട്ടി ദോശയാണ് കേട്ടോ. അപ്പോൾ പാപ്പു ഇരുന്ന് കഴിക്കുകയാണ്. ആമി ദീദി വാരി കൊടുക്കുകയാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ഹെൽപ്പായിട്ടുള്ളൊരു കാര്യം കേട്ടോ. ആമിക്കുട്ടിയാണ് പാപ്പുവിനെ എവിടെ പോവുകയാണെങ്കിലും റെഡിയാക്കി കൊടുക്കുക കേട്ടോ. മുടി ചെയ്ത് കൊടുക്കുന്നതും ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ആമിക്കുട്ടിയാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു നാസ്നീൻസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് കേട്ടോ. ഗ്രോസറി ഷോപ്പിംഗ്. റംസാനൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അല്ലാതെ മന്തിൽ ഫസ്റ്റിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം എല്ലാവരും ഉണ്ട്. പാപ്പ ഇവിടെ. അപ്പം നമ്മൾ നെസ്റ്റോയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പം നമുക്ക് അവിടെ നിന്ന് കാണാം. നമ്മൾ പോണ വഴിയിലൂടെ കാവടിയൊക്കെ ഉണ്ട് കേട്ടോ. പാപ്പു കണ്ടോ? കണ്ടില്ല. ഇനി തിരിച്ചു വരുമ്പോൾ അവിടേക്ക് എത്തുമായിരിക്കും. അപ്പോൾ കാണാം. സ്ലോ. പാപ്പുനെ പതുക്കെ വെക്ക് അല്ലേ ബാബുസേ? അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് റമദാനിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും അതേപോലെ സ്കൂളിൽ ആമിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ പാസ്ത ആമി ഇടയ്ക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇന്ന് പാസ്ത എടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ നൂഡിൽസില്ലേ തോർക്കുമ്പോ ചൂടുവെള്ളം ഉണ്ടാക്കും. അപ്പൊ അതിൽ ഒഴിക്കുമ്പോ കുടിക്കാൻ കഴിക്കാൻ പറ്റും. ഈ നൂഡിൽസ് ആണ്. അടുത്ത ഏതാ നൂഡിൽസ് പാപ്പ പറയുന്നത്? ഇത് ഫ്രഷ് ക്രീം എടുത്തു. മിൽമേന്റെ അതും പാലാണോ? അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വേഗം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് നോക്കി എടുക്കുകയാണ് കേട്ടോ. ഫലൂദൻ്റെ അല്ലേ? ഓ, ഇതിങ്ങനെ ഒരു മിക്സ് വാങ്ങിക്കുന്നേ. എന്നിട്ട് എന്ത് ചെയ്യും? 64 രൂപയാ? അപ്പം പാല് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിലിട്ട് കൊടുത്താൽ അല്ല, ഇത് പാലോട് വരുന്നതാണോ? പാലില്ല, ഇതിലുള്ള മിക്സ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പാലൊക്കെ നമ്മൾ വേറെ വാങ്ങും. അതിന് കുറേ ഉണ്ട് കേട്ടോ. ഇത് കുഞ്ഞു കുട്ടികൾക്ക് ദോശ, പാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ദോശ മില്ലറ്റ് ദോശ മിക്സ് ഉണ്ട്, പാൻ കേക്ക് ഉണ്ട്, ടൈഗർ സാധനം, ഇത് ഞാൻ വീബേൻ്റെ കണ്ടപ്പോൾ നോക്കി കേട്ടോ. നല്ല ബ്രാൻഡാണ്. അവരുടെ ഈ പാസ്ത പിസ്സ സോസൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നെയ്യ് ആവശ്യം ഉണ്ടാവുമല്ലോ. അതേപോലെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പീഷൻ്റെ ആട്ടോ എടുത്തിട്ടുള്ളത്. എണ്ണകൾ നമ്മൾ എടുക്കുന്നില്ല, ഇത് നമ്മളതിലുണ്ട്. അപ്പോൾ ഇത് വേണ്ട. ഓയിൽ അല്ലേ? ഓയിൽ 1 ലിറ്റർ എടുക്കാം. സോയാബീൻ ഉണ്ട് അല്ലേ? സോയാബീൻ പിന്നെ നമ്മളതിലുണ്ട്. പിന്നെ കഴിക്കൂല, നോമ്പിനാവുമ്പോൾ കഴിക്കൂല. അത് നമ്മളവിടുന്ന് ഗീ റൈസ് വാങ്ങിക്കാണ് കേട്ടോ. പേരക്ക വാങ്ങണം, ഇത് കുറേ സാധനങ്ങൾ വാങ്ങണം. പേരക്ക ഫ്രൂട്ട്സിൽ എനിക്ക് കുറേ സാധനം വേണം. കാരണം നമ്മൾ ഇപ്രാവശ്യം സ്നാക്സ് വാങ്ങുന്നില്ല. സ്നാക്സ് നമ്മൾ ഒഴിവാക്കി കട്ട് ചെയ്തോ. അതിന് പകരം ഫ്രൂട്ട്സ്
വാങ്ങിക്കണം. അവിടെ ഭയങ്കര നോയ്സ് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഫിഷാണ്. അപ്പോൾ ഫിഷ് കട്ട് ചെയ്യുന്നതിൻ്റെ ഇതാണ്. ഇന്ന് കുറച്ച് ഫിഷ് വാങ്ങിക്കാനുള്ളത്. നാമി എന്താ അത്? മറ്റേ റൈസ്. ബ്രോക്കൺ വീറ്റ് ആണ്. അവർക്ക് മറ്റേ ചെറുപയർ പരിപ്പ് വാങ്ങിക്കണോ എന്ന് ചോദിക്കണം. മറ്റേ പായസമൊക്കെ ഉണ്ടാക്കൂലേ, അത് വേണം. സേമിയുണ്ട്. മറ്റേ ഇത് വാങ്ങിക്കാനുണ്ട്. എന്താണ് ഒരു സാബൂനരി ഇല്ലേ, അത് വാങ്ങിക്കണം. ചെറിയൊരു അലീസ ഉണ്ടാക്കുന്ന ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും എടുക്കാം. അപ്പോൾ നമ്മൾ 5 കിലോൻ്റെ ആക്കി പഞ്ചസാര അത് മാറ്റി, ഷുഗർ മാറ്റി. ആമിയാണ് എടുത്തത് അല്ലേ? ആമി റേറ്റ് ഉണ്ടോ? ആമി എടുത്തു. പാപ്പുവിന് വേറൊരു സാധനം എടുപ്പിക്കാം. അതെ, അത് മതി. ഇപ്പോൾ പായസത്തിൻ്റെ മിക്സ് ആട്ടോ, വെർമിസെല്ലി അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഒരു പരിപ്പ് പായസം എടുക്കണം. ഫിഷിൻ്റെ ഏരിയയിൽ പോവാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട്, രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് നല്ല മീനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇഷ്ടം പോലെ നല്ല മീനുകളൊക്കെ ഉണ്ട്. അവരെന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ, വേറെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും അവരെന്നെ ക്ലീൻ ചെയ്ത് വെക്കും. ഇത് നമ്മൾ സ്ഥിരം വാങ്ങിക്കാറുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. നല്ല എഗ്ഗാണ് കേട്ടോ. ഇതിൻ്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ള എഗ്ഗ് തന്നെ ആയിരിക്കും. ഇനി കുറച്ച് മേടിക്കാനുള്ള സാധനങ്ങൾ ഇതേപോലെ വാഷിംഗ് ലിക്വിഡ്, അതുപോലെ പാപ്പുവിന് വേണ്ടിയിട്ട് പേസ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ബാത്ത് ടവലാട്ടോ. ഇതിനെന്തൊരു ഓഫറൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ കേട്ടോ. ഇത് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ടിഫിനായിട്ടുള്ളതാണോ? അല്ല, ഇത് വേസ്റ്റ് ബിന്നാണ്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇത് ടിഫിനാണ് കേട്ടോ. പക്ഷെ നല്ല യൂണീക്കായിട്ടുണ്ട്, കാണാൻ രസമുണ്ട് അല്ലേ? നമുക്ക് ബോറ് തോന്നൂല നമ്മളെ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഇതിനെന്തൊരു കംപ്ലൈൻറ്റ് ഉണ്ടോ അറിയില്ല. വേസ്റ്റ് കളയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇതാ വേറെ ടൈപ്പ് ഉണ്ട്. ഇത് നമുക്ക് മറ്റേ ടേബിളിലൊക്കെ വെക്കാൻ പറ്റും. അങ്ങനത്തെയാണ്. പക്ഷെ അത് രസമുണ്ട്. പിന്നെ അതിൻ്റെ കുറേ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മളെ എന്താ പറയുക, വാഷ് ബേസിലൊക്കെ വെക്കാൻ വേണ്ടി ആവശ്യമുള്ളൊരു സാധനമാണ് ഈ ടിഷ്യൂ കേട്ടോ. ഇത് കിച്ചൺ ടിഷ്യൂ അല്ലേ? അപ്പോൾ ഇത് കിച്ചൺ ടവൽസ് അല്ലേ? അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ട് നമ്മൾ. ടൂത്ത് പിക്ക്. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് പെറ്റ്സിനൊക്കെ ഫുഡ് കൊടുക്കുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല രസമായിട്ടുണ്ട്. പാപ്പു നമുക്ക് ഇങ്ങനത്തെ അല്ലാത്തൊന്നും വാങ്ങിക്കണം അല്ലേ പാപ്പു? ഇത് ബോബോനും ഡോഗിനൊക്കെ എന്താ പറയാ, അവരുടെ ഫുഡാണ്. നല്ല തവയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നൊന്ന് നോക്കണം. ഇത് നമുക്ക് നോമ്പിനൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. യൂണീക്കായിട്ടുള്ള സാധനം. ചിരട്ടത്തവ കേട്ടോ. ഇതും നല്ല രസമുള്ള തന്നെയല്ലേ? പിന്നെ നമുക്ക് നോമ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് സ്വീറ്റ് സ്പാണ്. നമുക്ക് നോമ്പ് തുറക്കാനല്ലേ. അപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിവിടെ കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ, അതായത് ഇവിടെ നിന്നല്ലാതെ ഞങ്ങൾ അജ്ഫാനിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്പൈസസും അതേപോലെ ക്യാഷു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടി അങ്ങോട്ടേക്ക് പോകണം. അപ്പം പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ബില്ലിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അജ്ഫാനിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ക്യാഷിനിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ വാങ്ങിക്കാനുള്ളത്. ചില സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന സിനമണിനേക്കാളും ഇവിടെ ഉള്ളത് കുറച്ചുകൂടെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് സിനമണൊക്കെ വാങ്ങിച്ചു. ഓറഞ്ച് സ്ലൈസ് ഡ്രൈ ചെയ്ത്
പക്ഷെ അതിൻ്റെ ഫ്ലേവർ നമുക്കൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല. ഷുഗറിലിട്ടതാ ഇത് കുറേ നാളായിട്ട് വാങ്ങിക്കാത്താണല്ലോ. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോവാണേ. ഇറങ്ങിക്കോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. അപ്പോഴേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം ഒരു കുക്കിങ്ങിലേക്ക് പോകണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വേഗം എടുത്തു വെച്ച ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഇന്നത്തേക്ക് വേണ്ട ഫുഡ് ശരിയാക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇതിങ്ങനെ ഞങ്ങൾ ഹണിയിലിട്ട് വെച്ചിട്ടുള്ള ഗാർലിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റും അതേപോലെ നല്ല ഒരുപാട് ഹെൽത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഇട്ട് വെച്ചിട്ട് അപ്പം ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുകയാണ്. അത് സെറ്റായിട്ടില്ല കേട്ടോ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തീരെ ശരിയായിട്ടില്ല. ഇനി അത് കുറച്ച് ദിവസം കൂടെ കഴിയണം. അപ്പോൾ നമ്മൾ പ്രോൺസ് ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് പ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ പ്രോൺസ് ഇത് എത്ര നമ്മൾ വാങ്ങിച്ചത്? 1 kg ആണ്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നന്നാക്കി വെച്ചിട്ട് തന്നെ വാങ്ങിച്ചാൽ, പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ ഇവിടെയുള്ള സാധനമൊക്കെ കളയണം. അപ്പം ഇനി ഇതൊന്ന് ഡീവെയിൻ ചെയ്യണം. ഓ അങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോവാണ്. വാഷ് ചെയ്തെടുക്കണം. നമ്മുടെ മസാലയിലേക്ക് വേണ്ട ഗ്രൈൻഡ് ചെയ്യാനുള്ളത് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചിട്ടുള്ളൊരു പേസ്റ്റാണ് നമ്മുടെ ബിരിയാണി മസാലയുടെ ബേസ് മസാല. കുറച്ച് കാശ്മീരി അല്ലേ? കുറച്ചുകൂടെ കേട്ടോ, കുറച്ച് കളർ ഉണ്ടായിക്കോട്ടെ. കളർഫുൾ നാസിൻ്റെ റെസിപ്പിയാണ്. നുള്ളുപ്പ് ഇതൊരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാനുള്ളൊരു പരിപാടി മാത്രം. കൈ പൊള്ളിക്കണ്ട. ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ചെയ്യണ്ട കേട്ടോ. നമ്മൾ ദമ്മിലിടാനുള്ളതും കൂടെ ആണല്ലോ. ഓവർ കുക്ക് ആയി പോകണ്ടല്ലേ? ഓവർ കുക്ക് ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ നമ്മളിത് ഒരു ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടായിട്ട് നാസി ഒറ്റയ്ക്ക് ഇപ്പോൾ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ പോകാം കേട്ടോ. രാവിലെ നല്ല ഉഴുന്ന ദോശയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. സത്യം നല്ലതെന്ന് വെച്ചാൽ എനിക്കൊന്നും കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പം ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതാ ഇടച്ചായ പട്ട ഗ്രാമ്പൂക്കെ ഇട്ടിട്ട് ഒരു ഇടച്ചായ ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ഇതാ ഒരു ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നാസിക്കും കുട്ടികൾക്കൊക്കെ കൂടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റാണ്. ഫ്രിഡ്ജിനോടൊക്കെ എന്ത് ചോദിക്കാനാ പപ്പോ? എന്ത് ചോദിക്കാൻ പറ്റും? എനിക്കിഷ്ടമായോ? നല്ലതാണോ? അവിടെ ഒരാൾ ചായ ഇല്ലാതെ കഴിക്കുന്നു. മസാല അല്ലേ? തക്കാളി ഇട്ടിട്ടുണ്ട്. ഈ തക്കാളി നല്ല വഴറ്റി വരണം. അതായത് ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് ആവുന്നവരെ ഒന്ന് വേവിക്കണം. കുറച്ച് തക്കാളി ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടതിൽ തക്കാളി ഇട്ടിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് വലിയൊരു കുത്തില്ലാത്ത ഒരു ലൈറ്റ് മസാല മതി. നമുക്ക് ഈ പ്രോൺസിന്റെ ആ ഒരു അത് പോകുന്ന പോലെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്.
കുറച്ച് വെള്ളം ഉണ്ടല്ലേ. ഞാൻ ആ ഗ്രേവിയും കൂടെ അടക്കം ഇട്ടതാണ്. ആ നല്ല ഇച്ചിരി ഗ്രേവി ഉണ്ടാവില്ലേ. അതിൽ പ്രോൺസ് ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാവില്ലേ, ആ ഒരു ആവിയിൽ വന്നിട്ടുള്ളത്. അത് മൊത്തത്തിൽ ഞാൻ അതിലേക്ക് ഇട്ടത്. അതിൻ്റെ ഫ്ലേവറൊന്നും ഇപ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ ശരിക്കും ഇതിൻ്റെ തല വേവിച്ചതിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ പക്ഷെ അങ്ങനെ തല വാങ്ങിച്ചില്ല. നമ്മൾ റൈസ് അതിലാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവും. കുറച്ചുകൂടെ നല്ലത്. ആ കുഴപ്പമില്ല, നീ വേറെ വീഡിയോ ചെയ്തു. ഇനി കുറച്ച് ബീഫ് ഫ്രൈയും കൂടെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. പ്രോൺസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സൈഡ് കുറച്ച് ബീഫ് ഫ്രൈയും ഉണ്ടാക്കി വെച്ചു. ഇവിടെ ഹെഡ് മസാജ് ചെയ്യാണ് കേട്ടോ. നല്ല ഓയിലൊക്കെ ഇട്ടിട്ട് ആമിക്ക് നല്ല ഹെഡ് മസാജ് കൊടുക്കാം. ആമി ഇപ്പോൾ ഉറങ്ങിപ്പോകുന്നു തോന്നുന്നുണ്ട് അല്ലേ ആമി? ഉറക്കം വരണ വരെ ഉണ്ട്. പാപ്പു ഉറങ്ങി. അപ്പം ഇനി നമ്മളെ കിച്ചണിലുള്ള ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിക്കണം. കുളിച്ചിട്ടാ ഫുഡ് കഴിക്കുക. അപ്പൊ നമ്മള് നാസി ഉണ്ടാക്കിയ ബിരിയാണി ദം പൊട്ടിക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചാൽ പ്ലേറ്റ് പൊട്ടിപ്പോട്ടോ. ഓ അടിപൊളി, നല്ല മസാലയാണ്. ഇത് ആമിക്കാണോ? എൻ്റെ കൂടെ അച്ചാറും ചമ്മന്തി ഉണ്ടാക്കിയില്ല പറഞ്ഞു. ബിരിയാണിനോട് വലിയൊരു താല്പര്യമില്ല. ഇപ്പൊ പോയിട്ട് കഴിക്കില്ല ആമി. ആമി ഇതിലേക്ക് ആമിക്ക് കുറച്ച് തൈരൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആമിയാണ് ഇവിടെ തൈരൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക. പാപ്പു ഒരു ചെറിയ ചുമയൊക്കെ ആയിട്ട് ഉറങ്ങാണ്. എന്താണ് പാപ്പുനെ കാണാത്ത? ചുമയല്ല, ഒരു അലർജി. നല്ല ബിരിയാണി ഞാൻ പറയാൻ പാടില്ലല്ലോ. നല്ല പ്രോൺസ് കൂട്ടി കഴിച്ചത് പ്രോൺസ് റബ്ബറും ആയിട്ടില്ലല്ലോ. താങ്ക് യു. അമ്മിക്കുട്ടി നല്ലൊരു ഡ്രോയിങ് ചെയ്യാണ് കേട്ടോ. അവള് വൈകുന്നേരം ഒരു പുതിയ വാങ്ങിച്ച ക്യാൻവാസിൽ ഇന്ന് വാങ്ങിച്ച ക്യാൻവാസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല. അപ്പം നാമി തുടങ്ങിയിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് അല്ലേ? ഇത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ എന്നാൽ വരച്ചോ. അപ്പോൾ ചായയൊക്കെ കുടിക്കാനാകുമ്പോൾ വിളിക്കാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് എല്ലാവരും. ചെറിയൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട്, പക്ഷെ ടേസ്റ്റ് അപാരമാണ്. ക്രിസ്പിനെസ്സിനേക്കാളും അടിപൊളി. ആമി കഴിച്ചോ? അങ്ങനത്തെ ഈവനിങ് ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ അതിന് ശേഷമാണ് ചെടിയൊക്കെ നനയ്ക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഒരു ടൈം കിട്ടിയപ്പോൾ ഫുള്ളൊന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ രാത്രിയാണ് കേട്ടോ ചെടി നനച്ചത്. ഇന്നിങ്ങനെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു, ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പം സൺഡേ വൈൻഡപ്പാണ്. അപ്പം ഇനിയിപ്പം അതെ, അപ്പം ഈ സമയത്ത് നനച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ചെടികൾക്ക് എത്ര വെള്ളം നനച്ചിട്ട് ഒരു കാര്യമില്ല. രാവിലെ ഇങ്ങനെ വരണ്ടിരിക്കും. രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ ആവില്ല, അപ്പോഴേക്കും എല്ലാം പോകും. അതെ, ഇനിയിപ്പോൾ ഇന്ന് ബാൽക്കണി നനച്ചിട്ടില്ല. അതിനിപ്പോൾ രാവിലെ ഇന്നലെ നല്ല നനവുണ്ട്. ആണോ? മറ്റേ വേറൊരു പ്ലാന്റ് ഒക്കെ ഉണ്ടാവും, നോക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗിലുള്ള വിശേഷങ്ങൾ. ആമിക്കുട്ടി മേലെ പഠിക്കാനൊക്കെ തുടങ്ങി. ഇനിയിപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോ ക്ലിപ്പിന് ഞാൻ വരുന്നേ ഒന്നുമില്ലേ. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു എന്താ പറയുക സൺഡേ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും പറഞ്ഞാൽ ആ ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ബൈ പറഞ്ഞു ബാബു. ബൈ. വീഡിയോസ് ഒക്കെ ഇടുന്നതല്ലേ, നല്ല മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ഉണ്ടാവും. കമന്റ്സോ അങ്ങനെയൊക്കെ ഫീഡ്ബാക്സോ ക്രിറ്റിസിസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.
ചെയ്ത് മുമ്പോട്ട് വരണം. അതെ, അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.